പക്ഷെ ചില സമയങ്ങളിൽ ഒരെണ്ണം വീക്കും ഒരെണ്ണം ഹൈയും ആയിരിക്കും. അപ്പൊ നമ്മൾ സെൽ എടുക്കുകയാണെങ്കിൽ വീക്കിൽ ചെയ്യുക, ബൈ എടുക്കുകയാണെങ്കിൽ ഹൈ ചെയ്യുക. അപ്പൊ ഇന്നത്തെ സിറ്റുവേഷനിൽ വീക്ക് നിഫ്റ്റിയാണ്. അപ്പൊ സെൽ എടുക്കുകയാണെങ്കിൽ നിഫ്റ്റി. ഓപ്ഷൻ ചാർട്ടിൽ അറ്റയിൽ കയറും 80-80 കയറ്റിട്ട് 79 ആണോ നല്ല വെയിറ്റ് ആണോ എന്താ 78 ക്രോസ് ചെയ്യൂലേ? അപ്പൊ കൊണ്ട് ടൈറ്റ് പിടിച്ചു അടിച്ചു ഫുൾ എക്സിറ്റ് അടിച്ചാണേ. ജോലിക്ക് പോയി ജീവിച്ചൂടെ? ആ ജോലിയും കളഞ്ഞിട്ട് നടക്കുക. എന്നോട് ജോലിക്ക് പോകാൻ കാശ് കളയായിരുന്നു, വെറുതെ ഇരുന്നാ മതി. ഞാനെന്നാ അങ്ങോട്ട് വോയിസ് ഓക്കെ ആണോ? ഹലോ ഹലോ, എങ്ങനെയുണ്ട് മാർക്കറ്റ്? ഇന്നലത്തെ കാട്ടി കുഴപ്പമില്ല അത്ര. ഇന്ന് ബാങ്കിൽ എൻട്രി എടുത്തവരൊക്കെയാണ് നല്ല ട്രേഡ് എടുത്തായിരുന്നോ? എന്റെ അക്കൗണ്ട് സമയമുണ്ടോ? കാർത്തിയുടെ എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടെങ്കിൽ പറയണേ. ക്യാൻഡിൽസിന്റെ ക്വിക്ക് നോക്കിയേ. നിഫ്റ്റി ഒരു മോർണിംഗ് സെറ്റപ്പ് ചെയ്യാൻ നോക്കിയായിരുന്നേ. ഈ ഏരിയയിൽ വന്നിട്ട് ആണ് പോയത്. പക്ഷെ ഇവിടെ വേറെ കൺഫർമേഷൻ ഒന്നും കിട്ടിയില്ല. അല്ലെങ്കിൽ ഒരു കിട്ടില്ല സെല്ലിനുള്ള സാധനം ഉണ്ടായിരുന്നു. അത്ര അടിപൊളിയല്ല. പിന്നെ എക്സ്പയറിയുടെ ഒരു കോമഡി ആണല്ലോ. പ്രത്യേകിച്ച് ഇപ്പൊ ബാങ്ക് നിഫ്റ്റിയിൽ ആ വിക്ക് ആണെങ്കിൽ സമയത്ത് ആൾക്കാർ ബൈ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവും. ബാങ്ക് നിഫ്റ്റിയിൽ ഏത് ആ ഒരു വിക്ക് കണ്ടോ? 50 മിനിറ്റ് കണ്ടോ? അല്ലല്ല, അപ്പൊ അത് മുകളിലോട്ട് ഹയർ ഹൈ പോലല്ലേ ഉണ്ടാക്കിയത്. അത് അവിടുത്തെ അവര് എന്ത് ചെയ്യുന്ന ഒരു ബൈ കൊടുക്കും. അപ്പൊ തിരിച്ച് അതേപോലെ ഇറങ്ങിയില്ല. എന്താണ് ഗൂഗിൾ പേ ഒക്കെ മ്യൂട്ട് ചെയ്യുന്നത്? ഞാൻ ഇവിടെ തന്നെ ഉണ്ടേ. ബാങ്ക് നിഫ്റ്റിയിൽ ചിലപ്പോ റിവേഴ്സൽ സംഭവം. അദാനി പോർട്സ് സ്റ്റോക്കിൽ എനിക്കൊന്നും ആയിട്ടില്ല ബ്രോ. മറ്റേ റിസ്ക് മാനേജ്മെന്റിന്റെ കാര്യം ക്ലിയർ ആയിരുന്നു. ഞാൻ ഇന്നലെ അത് പറയാം. ലോട്ട് സൈസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഡൗട്ട് ആണോ അതോ നോർമലി എത്ര പെർസെന്റേജ് ആണ് റിസ്ക് ചെയ്യുന്നതാണോ ചോദിച്ചത് ഇന്നലെ ബ്രോ? ഇന്നലെ മറ്റേ റിസ്ക് മാനേജ്മെന്റ് കാര്യം ചോദിച്ചില്ലേ പേഴ്സണലി? അപ്പോ അത് ക്ലിയർ ആയിരുന്നോ? മീൻസ് അതോ അതിൽ വേറെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? അതിപ്പോ ചോദിച്ചു കേട്ടോ. മീൻസ് എൻ്റെ അടുത്ത് അത് എത്ര പെർസെന്റേജ് എങ്ങനെ റിസ്ക് ചെയ്യുന്നതാണോ ചോദിച്ചാൽ, അത് ലോട്ട് കാൽക്കുലേഷൻ എങ്ങനെ എടുക്കുമെന്നാണോ ചോദിച്ചത്? എത്രയാണെന്നാണെങ്കിൽ അത് ടോട്ടൽ ക്യാപിറ്റലിൽ 1 or 2%. അതും ഒട്ടും എനിക്ക് ഭയങ്കര റിസ്കി ട്രേഡ് ആയിട്ട് തോന്നുവാണെങ്കിൽ ഞാൻ 0.5 ആയിരിക്കും എടുക്കുന്നത്. ഓക്കെ, 1 to 2%. അതായത് ലോസ് വന്നു കഴിഞ്ഞാൽ, അതായത് ആ ട്രേഡ് SL അടിച്ചു കഴിഞ്ഞാൽ ക്യാപിറ്റലിന്റെ 1 or 2% പോവാവുള്ളൂ. അങ്ങനെ ലോട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ചില സമയത്ത് SL ഇച്ചിരി വലുതായിരിക്കും. അപ്പൊ ലോട്ട് അതനുസരിച്ചിട്ട് അത് ഈ ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതില് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് അറിയാമെങ്കിൽ ഇത് യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഈ ടൂൾ യൂസ് ചെയ്ത്. ഈ സ്റ്റോപ്പ് ലോസ്, അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ നിന്ന് ഒരു ബൈ എടുക്കുവാണെന്ന് വെച്ചോ. ഇവിടെ നിന്നൊരു ബൈ സെറ്റപ്പ് ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ നിന്നൊരു ഈ ക്യാൻഡലിലെ ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ ഞാനൊരു ബൈ, ഇതിന്റെ താഴെയാണ് സ്റ്റോപ്പ് ലോസ് എന്ന് വെച്ചോ. ഇതാണ് എന്റെ ടാർഗറ്റ്. ഇങ്ങനെയാണ് ഒരു ട്രേഡ് പ്ലാൻ. ഇപ്പൊ ഞാൻ പ്ലാൻ ചെയ്ത് ഇത് ബ്രേക്ക് ആയ ഉടനെ എന്ത് ചെയ്യണം? ഞാൻ എക്സിക്യൂട്ട് ചെയ്യണം. നോർമലി നമ്മളെ സെറ്റപ്സ് എല്ലാം ഈ ഒരു കൺസെപ്റ്റിലായിരിക്കും വരുന്നത്. ഏതെങ്കിലും ഒരു ക്യാൻഡലിലെ ഹൈ ബ്രേക്ക് ആകുമ്പോഴോ അല്ലെങ്കിൽ എടുക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ കൊണ്ട് എന്ത് ചെയ്യും? ഓപ്ഷൻ ചാർട്ടിൽ ഈ ടൂൾ കൊണ്ടുവയ്ക്കും. ബൈ ആണെങ്കിൽ ഇവിടെ ഇത് വെക്കും, സെല്ലാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ ഷോർട്ട് പൊസിഷൻ ഇങ്ങനെ വെക്കും. എന്നിട്ട് ഇതിനകത്ത് പോയിട്ട് ഇൻപുട്സിനകത്ത് ബ്രോയുടെ അക്കൗണ്ട് സൈസ് എന്ത് ചെയ്യുക? ഇതാക്കുക. ഇപ്പം 1 lakh ആണോ 2 lakh വയ്ക്കുക. ഇവിടെ ക്യാപിറ്റലിന്റെ പെർസെൻറ്റേജ് 1 or 2% വെക്കുക. ഇത് വെച്ച് സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ക്വാണ്ടിറ്റിയുടെ അവിടെ എത്ര ക്വാണ്ടിറ്റി ആണ്, ഇപ്പൊ നിഫ്റ്റി ആണെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു 300-400 ഒക്കെ ആയിരിക്കും കാണിക്കുന്നത്. അതേ ഡിവൈഡഡ് ബൈ 75 ചെയ്യുക. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ അതേ ഡിവൈഡഡ് ബൈ 30 ചെയ്യുക. അപ്പൊ കിട്ടുന്ന ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, അതാണ് എടുക്കേണ്ടത്. അപ്പം ആ ട്രേഡ് SL അടിച്ചാലും കറക്റ്റ് ബ്രോയ്ക്ക് അത്ര പെർസെന്റേജേ പോകത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ ലോട്ട് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഓപ്ഷൻ ചാർട്ടിൽ എടുത്ത് നോക്കണേ. ആ സ്ട്രൈക്ക് പ്രൈസിന്റെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിന്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് ചോദിച്ചാൽ എപ്പോഴും അത് ഫോളോ ചെയ്ത് പോകണേ. പിന്നെ അതുപോലെ തന്നെ ട്രേഡ് മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. വൺസ് ഒരു ട്രേഡ് ഇപ്പൊ നിഫ്റ്റി ഒക്കെ ആണെങ്കിൽ ഒരു 10 points മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ പോർഷൻ അതിൽ നിന്ന് കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ 50% കട്ട് ചെയ്യുകയോ ചെയ്യുക.
നെക്സ്റ്റ് ഒരു സ്ട്രക്ചർ ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ ബ്രേക്ക് ഈവൻ ആക്കും. പിന്നെ ട്രയൽ ചെയ്തു. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ 20 പോയിന്റ്. എന്താ കുറച്ചുകൂടെ കേറിയ നമുക്കൊരു സെല്ല് ബാങ്ക് നിഫ്റ്റി ഓർ നിഫ്റ്റി എടുത്താൽ പറ്റുള്ളൂ. ബാങ്ക് നിഫ്റ്റി റിവേഴ്സൽ ആവാൻ ചാൻസ് ഉണ്ട്. ട്രെൻഡ് എടുക്കുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ എടുക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. സെറ്റപ്പ് വന്നു കഴിഞ്ഞാൽ ഈ ലോ ടാർഗറ്റ് ചെയ്താൽ മതി. ഇവിടുന്നാണ് അത് ഹൈ അല്ലേ? അല്ലല്ല, എൻട്രി നോക്കുന്ന ഇവിടുന്നാണോന്ന്. കുറച്ചുകൂടെ കേറിയിട്ട് നോക്കാൻ ഇവിടെ നിന്നില്ല. എന്താ കുറച്ചുകൂടെ കേറണം. 12:30 മറ്റേ ചാർട്ട് എന്തിന്റെ ചാട്ട? ഫോറക്സിന്റെ. സെല്ല് നോക്കിയാൽ പണിയാവോ? എനിക്കൊരു പ്രപ്പോസൽ മുടക്കുന്നുണ്ട്. തിരിച്ച് എക്സോഷൻ കിട്ടണം. അപ്പം ആ മൂവ്മെന്റ് വേണമെങ്കിൽ ക്യാച്ച് ചെയ്യാൻ പറ്റും. സെറ്റപ്പ് കൊണ്ട് പിടിച്ചോ, പക്ഷെ ലോവർ ടാർഗറ്റ് ചെയ്തു. എന്റെ വ്യൂ ആണ് കേട്ടോ, കൺഫർമേഷൻ ആയി. പ്രീമിയം ചാർട്ട് സ്പോട്ട് ആണോ ഫോളോ ചെയ്ത ഫ്യൂച്ചേഴ്സ് ഫ്യൂച്ചറിന്റെ ചാർട്ട് ആയിരിക്കും അനലൈസ് ചെയ്യുന്നത്. സ്പോട്ട് ചാർട്ട് എടുക്കാറില്ല. സ്പോട്ട് നിങ്ങൾക്ക് സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ബട്ട് അതിനെക്കാട്ടി ഇപ്പൊ നമ്മള് ഇവിടെ യൂസ് ചെയ്യുന്നത് ഏഞ്ചൽ വണ്ണാണ്. അപ്പൊ അതിൽ ഡയറക്റ്റ് തന്നെ ATM കാണിച്ചു തരും സ്ട്രൈക്ക് പ്രൈസ്. ഡയറക്ടർ ബ്രോക്കറിന് ഇതിൽ നിന്ന് അടിക്കാൻ പറ്റും. അതുകൊണ്ട് സ്പോട്ട് ചാർട്ട് എടുക്കാറില്ല. എല്ലാം അനലൈസും ഫ്യൂച്ചർ ചാർട്ടിലാണ്. ആക്ച്വൽ ഓർഡേഴ്സ് എപ്പോഴും ഫ്യൂച്ചേഴ്സിനാണല്ലോ. നിഫ്റ്റി ഒന്നും ആയിട്ടില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. എനിക്കൊരു പ്രോപ്പർ എൻട്രി അല്ല. നമുക്ക് 7 രൂപയായിരുന്നു എസ്തൽ ഉണ്ടായിരുന്നത്. ഒരു 1:1. നിഫ്റ്റിയിൽ എനിക്കൊന്നും ആയിട്ടില്ല സെറ്റപ്പ്. എന്റെ ഇതാട്ടോ പറയുന്നത്. നിഫ്റ്റി തിരിച്ച് ഈ ഏരിയയിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് നമുക്കൊരു കൺഫർമേഷൻ കിട്ടിയാൽ ബൈ നോക്കാം. റിവേഴ്സൽ ആയിരിക്കും. അതല്ലേ ഇത് ബ്രേക്ക് ചെയ്ത് പ്രോപ്പർ ആയിട്ട് അടിയിൽ നിൽക്കുകയാണെങ്കിൽ സെല്ല് തന്നെയാണ്. നിഫ്റ്റി ഇന്ന് പ്രോബ്ലം എന്താണ്? വ്യൂ ആണോ ചോദിച്ചാൽ? നിഫ്റ്റിയിൽ എനിക്കൊന്നും ആയിട്ടില്ല ബ്രോ. കാര്യമായിട്ടൊന്നും എനിക്ക് നിഫ്റ്റിയുടെ വ്യൂ ഒന്നും ആയിട്ടില്ല. ബാങ്ക് നിഫ്റ്റി ആണ് ഞാൻ ഇപ്പൊ നോക്കുന്നത്. ഞാൻ പറയുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ? ബ്രോ മാർക്കറ്റ് ശോകമാണല്ലോ. ഓർഡേഴ്സ് കുറവാണ്. എക്സ്പയറി ഡേ 1:30 ശേഷമൊക്കെയാണ് എപ്പോഴും മൂവ്മെന്റ് വരിക. ബ്രോ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ബൈക്ക് ഉണ്ടായിരുന്നല്ലോ. താഴെ വരണം. പക്ഷെ കണ്ടോ? എന്താണ് ബ്രേക്ക് ആവുന്ന വോയിസ്? ഞാൻ ഫോറസ്റ്റിൽ ഒരു ചാർട്ട് അയച്ചിട്ടുണ്ട്. അതൊക്കെ ആണല്ലോ. ഒരു അലേർട്ട് ഇട്ടോ ചോദിക്കോ? അലേർട്ട് ഇടാന്നില്ല. വന്നാ എടുത്താ ലണ്ടൻ ഓപ്പൺ ആയിട്ടില്ല. ഞാനില്ല. ലണ്ടൻ കൊച്ചിയിൽ നേരെ കോഴിക്കോടിനൊക്കെ പോയാലോ? കൊതുകടി സഹിക്കാൻ വേണ്ടി രാത്രി ഒന്നും ഉറക്കുന്നില്ല. കൊതുക് എമ്മായി ദൂരാന്നറിയോ കൊതുക്. കൊതുക് വിരിയും വർക്ക് ഒന്നും ഏൽക്കുന്നില്ല. കൊതുക് ഉച്ചയൊക്കെ ഫുള്ള് സീന. എന്താ എക്സ്പീരിയൻസ്? കൊതുക് എന്തൊരു കൊതുകാന്നറിയോ? സഹിക്കാൻ പറ്റൂല. നമ്മളെ എടുത്തോണ്ട് പോകും. നമ്മൾ തന്നെ വിചാരിക്കും അത്രയ്ക്കുണ്ട് കൊതു. നിങ്ങളുടെ പാലത്തില്ലാത്തതിന്റെ അഹങ്കാരം. കൊച്ചിന്ന് കൊതുകെ അങ്ങോട്ട് അയച്ചു കൊതു ഉണ്ടാകുന്ന. വേറെ അതെ, ഭയങ്കര ചൂടല്ലേ പാലക്കാട്. എനിക്ക് ചൂടും പറ്റും. പ്രത്യേക ജീവി. വന്നേ ടിജോ വന്നേ. അല്ലെന്താ ഒന്ന് ഫോറസ്റ്റ് ജസ്റ്റ് ഒന്ന് നോക്കിക്കോട്ടോ. അതോ വരുമ്പോ എന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ഇതിലൊരു കാര്യം നോക്കിക്കൊണ്ടിരിക്കും. എൻട്രി നോക്കുക. നമ്മളെ അവിടെ ടിജോ നിങ്ങളെ സ്ഥലത്ത് കൊതുകുണ്ടോ? ഇല്ലൂടെ എന്താണ് മൈക്കോണല്ല. ഇമാനുവൽ സെയിൽസ് ടീമുമായിട്ട് മൽപ്പിടുത്തത്തില്ല. എന്താണ് ഇപ്പൊ സംസാരിച്ചു നോക്കിയേ. എന്താ ചോദിച്ചാ? കൊതുകുണ്ടോന്നോ? അതാണ് ഇവിടുത്തെ പ്രശ്നം. ആണേ, എനിക്കിപ്പോഴത്തെ പ്രശ്നം കൊതുക്. കൊച്ചി മൊത്തം കൊതുക്. കാശ് എടുത്ത് ജർമ്മനി കയറാൻ ഞാൻ പറഞ്ഞു. പറഞ്ഞ പോവാൻ കുറച്ച് ടാക്സ് ഒക്കെ അടയ്ക്കണമെന്നേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. കൊതുകൊന്നുമില്ല. ശരി, എനിക്കാണെങ്കിൽ തണുപ്പ് പ്രശ്നമില്ല. എനിക്ക് ചൂടാണ് പ്രശ്നം. ഞാൻ പോവാണ്. എന്താ തീർച്ചയായിട്ടും ചോദിക്കാം. ട്രെയിൻ കിട്ടാനുള്ള രാവിലെ തൊട്ടല്ല ഒടുക്കത്തിടിയായിരുന്നു. രാവിലെ ഇടിവായിരുന്നു. ഞാൻ എന്റെ ക്യാൻഡിലെല്ലാം നീലയും വെള്ളയാക്കി നോക്കി. ഞാൻ പണ്ട് റെഡിന് പകരം ഗ്രീൻ അല്ല കാശ് കിട്ടുന്നേ. ഡൗട്ടാ. പിന്നെ ഞാൻ നേരെ നമ്മളെ ഒരു ആളാണ്. ന്യൂസ് കണ്ടോണ്ടല്ലേ ചെന്താമരൻ ചോദിച്ചേ. ഞാനും ചോദിച്ചായിരുന്നു. ഞങ്ങളുടെ പേരിൽ അവരെ ഫണ്ട് ഇല്ല.
വേണ്ട 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 പരിചയപ്പെടുത്തുന്നു അങ്ങനെയൊക്കെ തോന്നും. അല്ലാതെ ബാങ്ക് നിഫ്റ്റിയിൽ ഇവിടുന്ന് ഒരു ബൈക്ക് എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ? സെല്ലാണ് ഞാൻ നോക്കിയത്. നിഫ്റ്റിയില് ഓക്കെ, കുഴപ്പമില്ല. ഇവിടെ നമുക്കൊരു സീപ്പോ എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ സെല് ചെയ്യാം. നിഫ്റ്റിയാണ് സെല് ചെയ്യാൻ കുറച്ച് ബെറ്റർ ആയിട്ട് എന്നുള്ളത്. ഇതിലും നോക്കാം. ഈ ഏരിയ പ്രോപ്പറായിട്ട് ബ്രേക്ക് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ബുള്ളിഷ് വ്യൂലോട്ട് മാറുള്ളൂ. ഇതാണ് പ്ലാൻ നോക്കിയത് ഞാൻ. കാര്യം ഇവിടെ ഓർഡർ വരുന്നുണ്ട് നല്ല രീതിക്ക്. ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. നമ്മുടെ ബാങ്ക് നിഫ്റ്റി സ്പോട്ട് ചാർട്ടില് ഒരു അപ്സൈഡ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയില്ല നമുക്ക്. 5 minutes അല്ലേ എന്നിട്ടൊരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തില്ലായിരുന്നു അത്. അതിപ്പോ ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ബ്രേക്ക് ചെയ്തപ്പോ താഴോട്ട് വരാം. അപ്പൊ താഴെ നമുക്കൊരു വിക്കോബി കൺസിഡർ ചെയ്യാൻ പറ്റുമോ? വിക്ക് ഏതാ? 1 മിനിറ്റിലാണോ വിക്ക് ഉദ്ദേശിച്ചത്? 1 മിനിറ്റിലൊരു ഓബി വേണമെങ്കിൽ ഉണ്ടാവും. ഉണ്ട്. ബൈ ചെയ്യാനല്ലേ? അതെ അതെ. എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. ഞാനത് ഡൗട്ടായിട്ട് നിൽക്കുന്നു. അനന്തം പ്ലാൻ ചെയ്യുന്നത് എന്റെ വ്യൂ ബൈ അല്ല. അനന്തം സെല്ലാണല്ലേ? ആഴ്ചകളായിട്ട് കാര്യം പറഞ്ഞാൽ വഴക്ക് പറയും. ഫോറക്സിലെ ഈ ബൈ മിസ്സായതല്ലേ? ഇത് മിസ്സായെന്ന് പറയാൻ കണ്ടില്ലേ? അത് ആക്ച്വലി 3 ക്യാൻഡിൽ അതൊക്കെ ഞാനൊന്ന് ബാലൻസ് ഒരു വിൻഡോയിൽ ഓപ്പൺ ആയി കണക്ട് ചെയ്തിട്ട് പ്ലാൻ ചെയ്ത് സാറേ വന്നിട്ട് അത് എടുക്കാൻ പറ്റാതെ നല്ല സങ്കടമുണ്ട്. ഒരു സെല്ലുണ്ട്. ഞങ്ങളൊന്നും ചെയ്തില്ല. ഞങ്ങൾ ഫ്യൂച്ചർ ചെയ്യുന്ന കേട്ടോ. ഫ്യൂച്ചറിന് ഒരു ഫ്യൂച്ചർ ഉള്ള ഞാൻ പറയും, വേറെ ആരും പറയുന്ന സൗണ്ട് കേൾക്കാവോ? കിളിന്റെ എന്ന് വെച്ചാൽ കുറവാ, ചെറുതായിട്ടൊക്കെ. കുഞ്ഞു കിളിയാണ്. കുരുവിയില്ലേ, കുരുവി. അതാണ് പ്രനിഷേടം പറയുന്നത് കേൾക്കാനെന്നാ. നിഫ്റ്റി പുതിയ ലോ ഉണ്ടാക്കിയത് കിട്ടാണ്ട് ഈ പ്ലാൻ ഇപ്പോഴും ഓണാണ് കേട്ടോ. പുതിയ ലോ ഉണ്ടാക്കിയാലും നിഫ്റ്റിയിൽ പ്ലാൻ ഇപ്പോഴും ഓണാണ്. ബാങ്ക് നിഫ്റ്റി ഒന്ന് നോക്കിയിട്ട് നമുക്ക് എടുക്കാം. രണ്ടിന്റെ ഡൗൺ സൈഡ് ആണോ ബാങ്ക് നിഫ്റ്റിയുടെ? വ്യൂ ഇത് തന്നെയാണ് ബ്രോ. പക്ഷെ ബാങ്ക് നിഫ്റ്റിയില് അത്ര ഇനി കൺഫർമേഷൻ ഇല്ല. നിഫ്റ്റി സെറ്റാണ്. ഈ പ്ലാൻ കൺഫർമേഷൻ കിട്ടിയ സെല്ലടിക്കാം. ബാങ്ക് നിഫ്റ്റി 2 ഓർഡേഴ്സും ഒരുപോലെ വരുന്നുണ്ട്. അപ്പൊ ഇൻ കേസ് കിട്ടിയാലും ഇപ്പൊ ഉള്ള കണ്ടീഷനിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് വലിയ മൂവ്മെന്റ് കിട്ടാൻ സാധ്യതയില്ല. ചേഞ്ചസ് വരുമോ എന്ന് എനിക്ക് അറിയില്ല. കറന്റ്ലി ഉള്ള വ്യൂ ഇതാണ്. അത് നമ്മള് ഇപ്പം ഈ സെയിം പ്ലാൻ മോസ്റ്റ് ഓഫ് ദ ടൈം ഇത് കോറിലേറ്റഡ് ആയിരിക്കും. പക്ഷെ ചില സമയങ്ങളിൽ ഒരെണ്ണം വീക്കും ഒരെണ്ണം ഹൈയും ആയിരിക്കും. അപ്പൊ നമ്മൾ സെൽ എടുക്കുകയാണെങ്കിൽ വീക്കിൽ ചെയ്യുക, ബൈ എടുക്കുകയാണെങ്കിൽ ഹൈ ചെയ്യുക. അപ്പൊ ഇന്നത്തെ സിറ്റുവേഷനിൽ വീക്ക് നിഫ്റ്റിയാണ്. അപ്പൊ സെൽ എടുക്കുകയാണെങ്കിൽ നിഫ്റ്റി. അതൊരു സ്വീപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. അവിടെ ഒരു സ്വീപ്പ് ഒരു കൺഫർമേഷനും കിട്ടും എങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. കൺഫർമേഷൻ 1 മിനിറ്റിലാണോ അതോ 5 മിനിറ്റിൽ തന്നെയാണോ സ്വീപ്പ് കഴിഞ്ഞിട്ട്? 5 മിനിറ്റ്സ് ആയിരിക്കും ബെറ്റർ. ചില സമയം ഞാൻ 3 മിനിറ്റ് യൂസ് ചെയ്യും. പക്ഷെ ചിലപ്പം 2 രീതിയിലാണ്. ഒന്ന് ചിലപ്പോൾ ഈ 5 മിനിറ്റ്സിലെ ക്യാൻഡിൽ വലിയ ക്യാൻഡിലായിട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ എസ് എൽ ഭയങ്കര വലുതാവുമല്ലോ. അപ്പൊ ആ സമയത്ത് ചിലപ്പോൾ 3 മിനിറ്റ് യൂസ് ചെയ്യും. അതല്ലെങ്കിൽ ഓർഡർ ഇപ്പൊ 5 മിനിറ്റ്സിൽ എനിക്ക് പ്രോപ്പറായിട്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ 3 മിനിറ്റ് പോന്നു. ഇത് കാർത്തിക യൂസ് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ 1 മിനിറ്റ് ആണ് കേട്ടോ നോക്കുന്നത്. അതായത് ഇവിടെ സെല്ലിന് എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ? നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി കേറുന്നുണ്ട്. അത് നമുക്ക് അത്ര നല്ലതല്ല. 2 ഡയറക്ഷൻ പോകണം. ഇല്ല, ബാങ്ക് നിഫ്റ്റി ഇവിടുന്ന് ഒരു സെൽ പ്ലാൻ ഉണ്ട്. പക്ഷെ ബാങ്ക് നിഫ്റ്റി നോക്കണം. നിഫ്റ്റി സെല്ലാണ് ബാങ്ക് നിഫ്റ്റി, സെല്ലാണ് നിഫ്റ്റി, ബൈ ആണ് ബാങ്ക് നിഫ്റ്റി. കൺഫർമേഷൻ കിട്ടി എടുക്കാം. സെല്ല് പ്ലാൻ ചെയ്യാൻ നിഫ്റ്റിയിൽ എല്ലാരും ഒരു പുട്ട് ഓപ്ഷൻ എടുത്ത് വെച്ചോ. കൺഫർമേഷൻ കിട്ടിയാൽ ചട്ടേ നമ്മൾ എടുക്കുന്നത്. സിജോ സെറ്റല്ലേ? 5 മിനിറ്റ്സ് അല്ലേ? അങ്ങനെയൊന്നുമില്ല. എവിടെയും എല്ലാരും സെല്ല് എടുത്ത് വെച്ചോട്ടോ. ബാങ്ക് നിഫ്റ്റി ബുള്ളിഷ് പോകുന്നതിന്റെ എനിക്കും ഞാനല്ല വരച്ച് അതല്ല ഞാൻ പറഞ്ഞേ. അതെനിക്ക് സങ്കടമില്ല. കാരണം എനിക്ക് ആ ഏരിയ അത്ര ഇഷ്ടമായില്ലായിരുന്നു. പക്ഷെ ഇത് ഒരെണ്ണം ബൈയും ഒരെണ്ണം സെല്ലും പോകുമ്പോ കുറച്ച് അപ്പൊ വലിയ മൊമെന്റം ഇല്ല അങ്ങനെ പോയാൽ.
രണ്ടും ആ അപ്പൊ എല്ലാരും ചെറിയ റിസ്ക് ഇട്ടാ മതി, കാരണം രണ്ടും രണ്ട് രീതിയിലാണ്. നിഫ്റ്റി ഇറങ്ങുന്നുണ്ടല്ലോ. അതെ, നിഫ്റ്റി ഇറങ്ങുന്നുണ്ടേ. എടുത്തു വെച്ചോ, പുട്ട് ഓപ്ഷൻ എടുത്തു വെച്ചോട്ടോ. എടുത്തു വെച്ചിട്ടുണ്ട്. ഓ ഓക്കെ ഓക്കെ ഗൈസ്. എന്തെങ്കിലും ആയോ? ഇപ്പൊ ചെറിയ റിസ്ക് എടുക്കാവുള്ളേ. സെഗ്മെന്റിന്റെ എസ്സിൽ വെച്ചോയെ. ഭയങ്കര വലിയ സെറ്റ്. എല്ലാരും എൻട്രി എടുത്തോ? യെസ്. അനന്തു സാധാരണ നമ്മൾ എൻട്രി എടുത്തോ? ഓപ്ഷൻസിന്റെ മൂവ്മെന്റ് അല്ല ഫ്യൂച്ചേഴ്സ് കാണിക്കുന്നത്, വേറെ എന്തൊക്കെയോ രണ്ടും രണ്ട് ഓപ്ഷൻ ചാർട്ടിൽ ഇറങ്ങുന്നു, മറ്റേയിൽ കേറും. നിഫ്റ്റി ഒടുക്കത്തെ പോകല, അതുകൊണ്ട് തലതിരിക്കൊക്കെയാണല്ലോ പോകുന്നത്. അതാ നിഫ്റ്റി രണ്ട് മൂവ്മെന്റ് ഒന്നുമേ പുരിയല്ലേ. സിംഗിൾ ഓയല്ലേ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കുന്നത്? 4 രൂപയുള്ളൂ സ്റ്റോപ്പ് ലോസ്, 3.5 രൂപ. ഞാനും ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഏതാ സ്ട്രൈക്ക് പ്രൈസ് എടുത്ത? ഇന്തമണിയാണോ? പക്ഷെ അനന്ത എനിക്ക് കഴിഞ്ഞ ആഴ്ച എന്തോ പറഞ്ഞു, ഞാൻ മറന്നുപോയായിരുന്നു. നിൽക്കുന്നു നന്നായി. അനന്തന് കറക്റ്റ് ഇന്തോണി അല്ലല്ല, ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ഇവനാക്കുന്നുണ്ട്. അങ്ങനൊക്കെ ചെയ്യാൻ പാടില്ല. മാഗ്നറ്റ് ഒക്കെ എടുത്തോ? പാർഷ്യൽസ് എടുത്തിട്ടുണ്ടോ എല്ലാരും? എന്റെ മൊത്തം പോയി. എന്റെ ഞാൻ മൊത്തം ക്ലോസ് ചെയ്യുവാണ്. ഞാൻ എക്സിറ്റ് ചെയ്യുവാണ്. 79 80 കയറ്റിട്ട് 79 ആണോ നല്ല വെയിറ്റ് ആണോ? എന്താ 79 ആണോ? 78 ക്രോസ് ചെയ്യൂലേ? അടിച്ചു ഫുൾ എക്സിറ്റ് അടിച്ചാണേ. സീനാണ്. രണ്ട് മൂവ്മെന്റ് ഒക്കെ കാണിച്ചു. പ്രോഫിറ്റിലല്ലേ ക്ലോസ് ചെയ്തേ? ചെറിയൊരു പോയിന്റ് കിട്ടും. ഞാൻ 23,600 എടുത്താ, അടുത്ത മണി എടുത്താ. അതെ, ഇത് രണ്ട് മൂവ്മെന്റ്, അതാണ് പ്രശ്നം. ക്യാൻഡിലൊന്നും ഒരു സൂപ്പർ ഇല്ല, ഓർഡറും ഇല്ല. എത്ര പോയിന്റ് കിട്ടി? 8 പോയിന്റ്. ആ ഒരു ഏരിയ തന്നെയാണ്, അതങ്ങോട്ട് ബ്രേക്ക് ഒന്നുകൂടി വന്ന് ഇവിടെ റീടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു ഇന്റർവ്യൂ നോക്കി. 2 ദിവസം ഫോറക്സും കിട്ടി. ലോസിലൊന്നും ക്ലോസ് ചെയ്തിട്ടില്ലല്ലോ? ലോസ് ക്ലോസ് ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ ഒന്ന് പ്രൈസ് നോക്കിക്കേ. ക്ലോസ് ചെയ്യാൻ നോക്കിയിരിക്കായിരുന്നു. എന്റെ പൊന്നെ, എന്തൊരു കൂട്ടാവേ. ഇമാനല്ലേ എല്ലാം കഴിഞ്ഞിട്ടാണോടാ നീ കൊണ്ടുവന്നതിന്റെ മാഗ്നറ്റ് വെക്കുന്നതിനോട് ആദ്യം പറഞ്ഞേക്കണം. നമ്മളെ ചതിച്ച് ഡിമാൻഡ് മാഗ്നറ്റ് വെക്കാൻ ലേറ്റ് ആയി പോയി. അനന്തൻ മറ്റേ ഡയലോഗ് നീ തങ്കപ്പനല്ലടാ, നീ പൊന്നപ്പനാണ്. ഇഷ്ടമാണത്? അല്ല, റിസ്ക് മാനേജ് ചെയ്യാൻ പറ്റി. എനിക്ക് ക്ലാസ് ചെയ്യണം, ഞാൻ ചെയ്യണം. അങ്ങനെ ചെയ്തു. കഴിഞ്ഞ ദിവസമൊക്കെ ഇൻവെസ്റ്റേഴ്സിന്റെ എമൗണ്ട് വന്നപ്പോ ആഡ് ചെയ്തല്ലോ അക്കൗണ്ടിൽ. അപ്പൊ ഓട്ടോമാറ്റിക്കലി ആ അക്കൗണ്ട് റിസ്ക് കൂടി. ഗായ്സ്, നിങ്ങൾ വെറുതെ പോയി നിഫ്റ്റി ഒന്ന് നോക്കൂ. നിങ്ങളുടെ നെഞ്ച് പൊട്ടിട്ടേ. എന്റെ പൊന്നെ, 94 വരെ പോയി. ബ്രേക്ക് ചെയ്തിട്ട് അനന്തരൊന്ന് ആലോചിച്ച് ആ റിസ്കിൽ ഞാൻ ഇവിടെ വരെ ഒന്ന് ഹോൾഡ് ചെയ്യുന്നേ. ഒരാഴ്ച ലൈവ് ട്രേഡും ഇല്ല, ട്രേഡും ഇല്ല. ഞാൻ പോയേനെ കൊടൈക്കനാലിൽ പോയി. നീ UK വല്ല വരിക അങ്ങോട്ട്. മഴ സമയത്താണോ ക്ലോസ് ചെയ്യാൻ തോന്നുന്നു. ബാങ്ക് നിഫ്റ്റി ആ മുകളിലോട്ട് സങ്കടത്തിൽ ഞാൻ ക്ലോസ് ചെയ്തു. എന്റെ ലക്ഷ്യങ്ങളാണേ പോകുന്നില്ല. ഷമ്മാസേവി കാണുന്നില്ലേ പോകുന്നത്? ഷമ്മാസ് അനന്തൂന് ഒന്നും പറയാനില്ലേ? 5 രൂപയല്ലേ പിടിച്ചുള്ളൂ, ബാക്കി പോയത് നിങ്ങൾ കണ്ടില്ലേ? എന്റെ സങ്കടം അങ്ങനെയല്ലോ. ഇച്ചിരി അനന്തൻ എൻട്രി ആയിരുന്നു തോന്നുന്നു. അനന്തൻ എൻട്രി മാത്രമായിരുന്നില്ല, ഇത് എന്റെ എൻട്രിയും കൂടെ. അനന്തന്റെ മറ്റേ ഗോ ചാർട്ടിങ്ങില് എന്റെ ആ കാർത്തിക നല്ല ഏരിയ പോയിട്ടേ ബാങ്ക് നിഫ്റ്റി നോക്കി ഞാൻ എനിക്കത് ഇപ്പൊ സ്വിച്ച് ചെയ്യാൻ പറ്റില്ലടാ. ഓക്കെ
ഓടുന്ന ബസിന്റെ എക്സിറ്റ് ട്രെയിനിന്റെയും പുറകെ പോകരുത്. എന്റെ അമ്മ പറയുന്നത് ട്രെയിനിന്റെ പുറകെ പോവാതെ ട്രെയിൻ നിർത്തി ജോലിക്ക് പോ. ഫാമിലി വീട്ടിൽ അങ്ങനെ പറയാം. അത് തുടങ്ങിയ സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇല്ലില്ല, നിഫ്റ്റിയിലെ സെല്ല് ഇത് നിഫ്റ്റിയും പോയി, ബാങ്ക് നിഫ്റ്റിയും പോയി. പക്ഷെ നമ്മള് ചെറിയ പോയിന്റിൽ എക്സിറ്റ് ആയി. ജോലിക്ക് പോടാ. അപ്പൻ അമ്മൻ രാവിലെ എന്ത് ഞാനാകില്ല, അതൊക്കെ ജോലിക്ക് പോയി ജീവിക്കൂടെ, ആ ജോലിയും കളഞ്ഞിട്ട് നടക്കുക. എന്നോട് ജോലിക്ക് പോകാൻ കാശ് കളയായിരുന്നു, വെറുതെ ഇരുന്നാ മതി. ഇതിനിടയ്ക്കിടയ്ക്ക് വീട്ടിൽ പറയും ഫുൾ സപ്പോർട്ട് ചെയ്യാൻ ഒരു കെട്ടിയോനും. പക്ഷെ എനിക്കും അനന്തരം ഞങ്ങളുടെ ഫാമിലി കുറച്ച് പിള്ളേര് സപ്പോർട്ട് ഉണ്ട്. അനന്തന്റെ കട്ട ഫാൻസ് ഒക്കെ ഉണ്ട് എന്റെ ഫാൻസ്. ഇത് നോക്കാതിരിക്കുന്നതായിരിക്കും നല്ല. ഈ താഴെ വലിയൊരു സോണിൽ നിന്ന് ഇത് കയറി വരുന്നത്. ചിലപ്പോ റിവേഴ്സലിന് ചാൻസ് ഉണ്ട്. ഞാനെന്നാ അങ്ങോട്ട് ഇന്നത്തെ നാളെ വെള്ളിയല്ലേ? നാളെ വെള്ളി. നാളെ ഉണ്ടല്ലോ. നാളെ ഓക്കെ എന്നാ ശരി. ഓക്കെ. ഓക്കെ ബൈ.